ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്നൊരു ഏഞ്ചൽ മെസ്സേജ് നോക്കാം. നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഫോർഗീവ്നെസ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് ട്രസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫോർഗീവ് ചെയ്യേണ്ട കാര്യം ഉണ്ട്. എന്തോ ഒരു വിഷയമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ക്ഷമിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ക്ഷമിക്കാതെ നിൽക്കുന്ന എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യണം, ക്ഷമിക്കണം. ക്ഷമ വലിയൊരു ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്നൊക്കെ അല്ലേ പറയുന്നത്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. ഇവിടെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ ആ ആഗ്രഹം നടക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ഷമ, അത് പരീക്ഷണമാണ്. നമുക്ക് ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയില്ല, കടുംപിടുത്തം പിടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. ഇതൊരു പരീക്ഷണം കൂടിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ട്രസ്റ്റ്, വിശ്വസിക്കൂ, ഈശ്വരനെ വിശ്വസിക്കൂ. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ ഫോർഗീവ് ചെയ്താൽ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സിൽ ആ കാര്യങ്ങൾ നടക്കുമെന്നും ട്രസ്റ്റ്, നിങ്ങൾ വിശ്വസിക്കൂ, അതിൽ വിശ്വാസം അർപ്പിക്കൂ, അത് നടന്നിരിക്കും എന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. നീ ഒരു കാർഡ് ഇതാണ് മെസ്സേജ്. ഇന്നിപ്പോൾ വലുതെടുക്കുന്നില്ല ഞാൻ. ഇതിനിപ്പോൾ വലുതെടുക്കണം, ഇതെടുത്താൽ പോരെ. ഡിയർ ആർക്കേഞ്ചൽ, my spirit guide, please guide me, give me an accurate reading for my viewers. അവരുടെ പേഴ്സണ് എന്താണ് സന്ദേശം കൊടുക്കാനുള്ളത്? അവരുടെ പേഴ്സൻ്റെ സന്ദേശം എന്താണ്? അവരുടെ പേഴ്സൻ്റെ സന്ദേശം എന്താണ്? 3 എടുത്തത്. റിഗ്രറ്റ് ഉണ്ട്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ, കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ തന്നിട്ടില്ല എന്ന് കാണിക്കുന്നു. അതിലിപ്പോൾ പശ്ചാത്താപ ബോധമുണ്ട്. കൺഫ്യൂഷനിൽ നിൽക്കണം. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ, നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളുടെ ബന്ധം എവിടെയാണ്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോയിട്ടൊന്നും മൈൻഡാക്കാതിരുന്ന ആളിപ്പോൾ നിങ്ങളിലേക്ക് വരുന്നു. പക്ഷേ നിങ്ങൾ അതിനത്ര വാല്യൂ കൊടുക്കാതെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. റിഗ്രറ്റ് ആൻഡ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്.